ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അച്ചുവിൻ്റെ പഴയ ഫോൺ ഒളിപ്പിച്ചു വെച്ചത് രുക്കുവാണെന്ന് അച്ചുവിന് മനസ്സിലാവുകയാണ്. അതിൻ്റെ പേരിൽ അച്ചു രുക്കുവിനെ പിടിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ അച്ചു തന്നെ അടിച്ചത് രുക്കു പോയി സത്യനോടും ചന്ദ്രയോടും എല്ലാം പറയുകയാണ്. ഇത് കേട്ട് സത്യനും ചന്ദ്രയ്ക്കും ആകെ ദേഷ്യം വരികയാണ്. ചന്ദ്ര എന്നിട്ട് അച്ചുവിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. നീ എന്തിനാണ് അവളെ പിടിച്ച് അടിച്ചതെന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പോൾ പറയുന്നുണ്ട്, അവളെ നേരാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. ചന്ദ്രയാണെങ്കിൽ അച്ചുവിൻ്റെ മുന്നിൽ ഒട്ടും വിട്ടുകൊടുക്കാതെ അച്ചുവിനോട് പറയുന്നുണ്ട്, നീ ആദ്യം നിന്റെ ഭാര്യയെ നേരാക്കുന്നതിന് പകരം നിന്റെ ചേച്ചിയെ നേർവഴിക്ക് നടത്താൻ നോക്ക്. നിന്റെ ചേച്ചി എന്തിനാണ് ആ സാഹിത്യകാരൻ JK മേനോൻ സാറിന്റെ വീട്ടിൽ കൊടുന്ന് താമസിപ്പിച്ചിരിക്കുന്നത്? നിന്റെ ചേച്ചി കാരണം ആ JKയുടെ ഭാര്യ ഇപ്പൊ ആകെ തകർന്നിരിക്കുകയാണ്. അങ്ങനെ പോയാൽ നിന്റെ ചേച്ചി നാളെ ആ പ്രശസ്ത സാഹിത്യകാരൻ JKയുടെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന വാർത്തയായിരിക്കും കേൾക്കുന്നത്. നിന്റെ ഭാര്യ അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. ആദ്യം പോയി നീ നിന്റെ ചേച്ചിയെ നേരാക്കുക എന്ന് ചന്ദ്ര അങ്ങനെ അച്ചുവിനോട് പറയുകയാണ്. ഇത് കേട്ട് അച്ചുവിന് ആകെ ദേഷ്യം വന്ന് അച്ചു പറയുന്നുണ്ട്, മതി നിർത്ത്, മതി പറഞ്ഞത്, ഇനി എനിക്കൊന്നും കേൾക്കണമെന്നില്ലെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ ആകെ തകർന്ന അവസ്ഥയിൽ അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയാണ്. പോകുന്ന വഴി അച്ചു ആണെങ്കിൽ അങ്ങനെ മനസ്സിൽ ഓർക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് എൻ്റെ കുടുംബം ഇങ്ങനെ ആയിപ്പോയത്? എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്? എവിടെയാണ് ഞങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടായതെന്ന് അച്ചു അങ്ങനെ ഓർക്കുകയാണ്. പിന്നീട് തൻ്റെ അമ്പാട്ട് വീട്ടിലുള്ള പഴയ കളിയും ചിരിയും ഓരോ സംഭവങ്ങളും അച്ചു അങ്ങനെ ഓർക്കുകയാണ്. അതിനുശേഷം രുക്കുവിനെ അച്ചു കല്യാണം കഴിക്കുന്നതും മുകുന്ദനെ അച്ചു തല്ലുന്നതും പിന്നീട് രുക്കു അച്ചു പോലീസ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് അർച്ചനയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചു അങ്ങനെ ഓർത്ത് ആകെ മനസ്സ് വിഷമിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അച്ചു പോലീസുകാരനോട് വണ്ടി നിർത്താനായി പറയുന്നുണ്ട്. അങ്ങനെ അച്ചു വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി എത്രയും പെട്ടെന്ന് തന്നെ JK കാണണമെന്ന് മനസ്സിലങ്ങനെ തീരുമാനിക്കുകയാണ്. അങ്ങനെ നേരെ അച്ചു JK കാണാനായി മേനോൻ സാറിന്റെ വാടക വീട്ടിലെത്തുകയാണ്. മറത്തേക്ക് വരുന്ന പാപ്പച്ചൻ അച്ചുവിനെ കാണുകയാണ്. എന്തുപറ്റി ഈ പോലീസുകാരിപ്പോൾ ഇങ്ങോട്ടേക്ക് വരാൻ? ഈ കേസ് അറിഞ്ഞ് മദ്യപിച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്നൊക്കെ അങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴേക്കും അച്ചു വന്ന് JK സാർ ഇല്ലേ എന്ന് അന്വേഷിക്കുകയാണ്. പാപ്പച്ചനപ്പം പറയുന്നുണ്ട്, സാർ ഇവിടെ തന്നെയുണ്ട്, എന്താ സാർ പ്രശ്നം? എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ JK സാർ അത്രക്കാരനല്ല, സാർ കുറച്ച് മദ്യപിക്കും, അത്രയേ ഉള്ളൂ, വേറെ അങ്ങനെ ഒരു കേസിലും സാറ് ചെന്ന് പെടാറില്ല എന്ന് പാപ്പച്ചൻ അങ്ങനെ അച്ചുവിനോട് പറയുകയാണ്. വീണ്ടും പാപ്പച്ചൻ പറയുന്നുണ്ട്, സാറിനെ എനിക്കറിയാം, അർച്ചന വക്കീലിന്റെ അനിയനല്ലേ, നീയും സാറിനെ അറിയാം, ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാണ് പാപ്പച്ചൻ എന്നൊക്കെ പറയാണ്. അച്ചുപ്പ പറയുന്നുണ്ട്, തന്റെ സാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കടോ എന്ന് പറയാണ്. പാപ്പച്ചനപ്പ പറയുന്നുണ്ട്, സാറ് കയറിയിരിക്കെ ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് JK വിളിക്കാനായി പോവാണ്. അപ്പോഴേക്കും JK റൂമിൽ നിന്നും താഴേക്ക് വരുന്നുണ്ട്. അങ്ങനെ JK കണ്ട് അച്ചു അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്. മുകുന്ദനും അച്ചുവും തമ്മിൽ വഴക്കുണ്ടായ സമയത്ത് JKയാണ് അവര് തമ്മിലുള്ള ആ വഴക്ക് പിരിച്ചത്. അതങ്ങനെ അച്ചു ഓർക്കുകയാണ്. JKക്കും അച്ചുവിനെ മനസ്സിലാവുകയാണ്. JK എന്നിട്ട് അച്ചുവിനോട് പറയുന്നുണ്ട്, അനാള് കൊള്ളാലോ, പോലീസുകാരനായല്ലോ, ഇന്ന് വഴിയിൽ വെച്ച് അടിയുണ്ടാക്കിയപ്പോൾ തന്നെ ഈ ഒരു വേഷത്തിൽ എനിക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നന്നായി, താനിപ്പോ അമ്പാട്ടിലല്ലാലേ താമസം, എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി പോലീസ് ഓഫീസറാക്കിയ ചേച്ചിയെ താൻ ഒരിക്കലും മറന്നു പോകരുത് എന്നങ്ങനെ JK പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ഉപദേശങ്ങൾ കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് ഒരു കാര്യം പറയാം, നിങ്ങൾ ഇനി ഈ വീട്ടിൽ താമസിക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഈ വീടൊഴിയണമെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഈ വീടൊഴിയുന്നത്? എഗ്രിമെന്റ് പ്രകാരം എനിക്ക് ഈ വീട്ടിൽ ഇനിയും താമസിക്കാം, വ്യക്തമായ കാരണങ്ങളില്ലാതെ ഞാൻ ഈ വീടൊഴിയില്ലെന്ന് JK അങ്ങനെ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നടപടിക്രമങ്ങളൊന്നും അങ്ങോട്ടേക്ക് പഠിപ്പിക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ വീടൊഴിയണമെന്ന് അച്ചു അങ്ങനെ പറയാണ്. JK ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അച്ചുവിനോട് പറയുന്നുണ്ട്, എന്റെ ചേച്ചിയാണോ തന്നെ ഇപ്പൊ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? എന്തായാലും ഞാൻ ഈ വീടൊഴിയാൻ പോകുന്നില്ല, എന്താണ് കാരണമെന്ന് വ്യക്തമാക്കാതെ ഞാൻ ഈ വീടൊഴിയില്ലെന്ന് JK അങ്ങനെ പറയുമ്പോൾ അച്ചു വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ഈ വീടൊഴിഞ്ഞില്ലെങ്കിൽ ഞാൻ മറ്റു മാർഗങ്ങൾ നോക്കും, എന്തായാലും ഈ വീട്ടിൽ നിന്ന് ഞാൻ ഒഴിപ്പിച്ചിരിക്കുമെന്ന് അങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് അച്ചു അവിടെ നിന്നും പോവുകയാണ്. അങ്ങനെ JKനെ കണ്ടതിന് ശേഷം അച്ചു നേരെ അമ്പാട്ട് വീട്ടിലേക്ക് എത്തുകയാണ്. അച്ചുവിനെ കണ്ടതും മഞ്ജു ആകെ പേടിക്കുന്നുണ്ട്. അച്ചു എന്തിനാണ് ഇപ്പോൾ വന്നത്? ഇവിടെയാണെങ്കിൽ മുകുന്ദനും ഉണ്ടല്ലോ, ഇനിയിപ്പോ മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനായിരിക്കുമോ എന്നൊക്കെ പേടിച്ച് അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. അച്ചു അപ്പൊ മഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി എന്താണ് ആകെ പേടിച്ചിരിക്കുന്നത്, എന്നെ കണ്ടിട്ടാണോ എന്നെല്ലാം ചോദിക്കുകയാണ്. മഞ്ജു ഇപ്പൊ പറയുന്നുണ്ട്, അതൊന്നല്ല, നീ എന്തിനാണ് പെട്ടെന്ന് വന്നതെന്ന് ചിന്തിച്ചു പോയി,
പോയി എന്നങ്ങനെ പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട് ചേച്ചി ഇവിടെ ഇല്ലേ എന്ന്. മഞ്ജുപ്പ പറയുന്നുണ്ട് ചേച്ചി പുറത്തേക്ക് പോയി, നീ എന്തായാലും ഇരിക്ക്, നിനക്ക് ഞാൻ ചായ എടുക്കാമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട് എനിക്ക് ചായയൊന്നും വേണ്ട, ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഉദ്ദേശിച്ചതല്ല, വന്നതിന് പ്രത്യേക കാരണവുമുണ്ട് എന്നങ്ങനെ അച്ചു പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്തായാലും നീ വന്ന സമയത്ത് ഇവിടെ ആരും ഇല്ലാതെ പോയല്ലോ, ഞാനും രമ്യയും മാത്രമേ ഉള്ളൂ, ചേച്ചി പുറത്തേക്ക് പോയി, മുകുന്ദനും ഇവിടെ ഇല്ലെന്ന് മഞ്ജു അങ്ങനെ കള്ളം പറയുകയാണ്. മുകുന്ദനാണെങ്കിൽ റൂമിൽ തന്നെയുണ്ട്. മുകുന്ദനെ ഈ അറസ്റ്റിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷിക്കാനാണ് മഞ്ജു ശ്രമിക്കുന്നത്. അങ്ങനെ മുകുന്ദനെ രക്ഷിക്കുന്നത് വഴി മുകുന്ദന് തന്നോടുള്ള സംശയങ്ങളെല്ലാം മാറിക്കിട്ടുമെന്നാണ് മഞ്ജു അങ്ങനെ ചിന്തിക്കുന്നത്. പെട്ടെന്ന് അച്ചുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അച്ചു അങ്ങനെ ഫോണിൽ സംസാരിക്കുന്ന നേരം മഞ്ജു അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതാണ് കിട്ടിയ അവസരം, മുകുന്ദനെ എങ്ങനെയെങ്കിലും ഒളിപ്പിക്കാമെന്ന് കരുതി മഞ്ജു അങ്ങനെ മുകുന്ദന്റെ റൂമിലേക്ക് പോവുകയാണ്. മുകുന്ദനാണെങ്കിൽ റെഡിയായി ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോഴാണ് ആകെ വെപ്രാളപ്പെട്ടുകൊണ്ട് മഞ്ജു റൂമിലേക്ക് കയറി വേഗം വാതിലടയ്ക്കുന്നത്. രമ്യയും മുകുന്ദനും മഞ്ജുവിനെ അങ്ങനെ കണ്ടു ചോദിക്കുന്നുണ്ട് എന്തിനാണ് ചേച്ചി വാതിലടച്ചതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് പുറത്ത് അച്ചു വന്നിട്ടുണ്ട് എന്നങ്ങനെ പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് അച്ചു വന്നിട്ട് എന്തിനാണ് ഏട്ടത്തി വാതിലടച്ചത്, രമ്യയെ പോയി വാതിൽ തുറക്കെന്ന് പറയാണ്. അങ്ങനെ രമ്യ വാതിൽ തുറക്കാനായി പോകുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് രമ്യ ഇപ്പൊ വാതിൽ തുറക്കണ്ട, അച്ചു മുകുന്ദനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നത്. അങ്ങനെ വ്യക്തമായൊന്നും അവൻ പറഞ്ഞില്ല, പക്ഷെ അവന്റെ സംസാരം കേട്ട് മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണെന്ന് എനിക്ക് ഉറപ്പാണ്. എന്തായാലും മുകുന്ദൻ ഇപ്പോ പുറത്തേക്ക് വരണ്ട, നിങ്ങൾ രണ്ടുപേരും വരണ്ട, ഇവിടെ തന്നെ നിൽക്ക്, ഞാൻ അവനെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ടോളാം, ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം മുകുന്ദനെ അച്ചു അറസ്റ്റ് ചെയ്യാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് മഞ്ജു അങ്ങനെ നിൽക്കുമ്പോഴാണ് അച്ചു വന്ന് ഏട്ടത്തി എന്ന് വിളിക്കുന്നത്. മഞ്ജു അപ്പൊ തന്നെ മുകുന്ദനെ കൊണ്ടുപോയി ഡ്രസ്സിംഗ് ടേബിളിന്റെ അടുത്ത് ഒളിപ്പിക്കുകയാണ്. രമ്യയും കൂടെ തന്നെ പോകുന്നുണ്ട്. രമ്യയാണെങ്കിൽ ആകെ പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. അതിനുശേഷം മഞ്ജു രമ്യയോട് പറയുന്നുണ്ട് ശരി രമ്യ നീ എന്റെ കൂടെ വായോ, ഇല്ലെങ്കിൽ അച്ചുവിന് എന്തെങ്കിലും സംശയം തോന്നും എന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു രമ്യയും കൂടി പുറത്തേക്ക് പോവുകയാണ്. അപ്പോഴേക്കും അച്ചു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി ഇത് എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് നീ വന്ന കാര്യം രമ്യയോട് പറയാൻ വന്നതാണ്, നീ ആദ്യമായി പോലീസ് വേഷത്തിൽ ഇവിടെ വന്ന ദിവസം രമ്യ നിന്നെ കണ്ടില്ലല്ലോ, അപ്പോ നീ വന്ന കാര്യം പറയാൻ വന്നതാണെന്ന് മഞ്ജു അങ്ങനെ പറയുമ്പോൾ രമ്യ ആകെ പതറിക്കൊണ്ട് അച്ചുവിനോട് സംസാരിക്കുന്നുണ്ട്. അച്ചു ഞാൻ നിന്നെ കാണുമെന്ന് വിചാരിക്കുകയായിരുന്നു, എന്തായാലും നിന്നെ ഈ വേഷത്തിൽ കണ്ടത് നന്നായി, ഈ വായോ നിനക്ക് ഞാൻ ചായ എടുത്തു തരാം, ഇല്ലെങ്കിൽ ചേച്ചി വന്ന ഞങ്ങളെ വഴക്കു പറയുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അച്ചുവിനെ വിളിച്ചു കൊണ്ടുപോവാനായി നിൽക്കുന്നതും പെട്ടെന്ന് മുകുന്ദന്റെ ഫോണ് റിങ് ചെയ്യാണ്. അച്ചുവിനപ്പം ആകെ സംശയം തോന്നുന്നുണ്ട്. അച്ചു എന്നിട്ട് ആരുടെ ഫോണാണ് അതെന്ന് ചോദിക്കുമ്പോൾ രമ്യ പറയുന്നുണ്ട് അത് എന്റെ ഫോണാണെന്ന്. എന്നാൽ അച്ചുവിനാണെങ്കിൽ സംശയം കൂടി വരികയാണ്. അച്ചു എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഡ്രസ്സിംഗ് ടേബിളിന്റെ പുറകിലാണോ ഏട്ടത്തി ഫോൺ വെച്ചിരിക്കുന്നത്, അല്ല അവിടെ ആരും ഉണ്ടല്ലോ, അവിടെ ആരാണെന്ന് ചോദിച്ച് അകത്തേക്ക് കയറുകയാണ്. അങ്ങനെ അവിടെ ഒളിഞ്ഞു നിൽക്കുന്ന മുകുന്ദനെ അച്ചു കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ ഓഫീസിൽ പോവാൻ ഇറങ്ങിയതായിരുന്നു എന്ന് പറയുമ്പോൾ അച്ചു ചോദിക്കുന്നുണ്ട് ഓഫീസിൽ പോവാൻ ഇറങ്ങിയ ആളാണെങ്കിൽ എന്തിനാണ് കതകിന് പിന്നിൽ ഒളിച്ചിരിക്കുന്നത്, കുറ്റം ചെയ്യുന്നവരാണ് പോലീസുകാരെ കാണുമ്പോൾ ഒളിഞ്ഞിരിക്കുന്നത്. അങ്ങനെ അച്ചു പറയുമ്പോൾ മുകുന്ദൻ പറയുന്നുണ്ട് ഞാൻ പോലീസിനെ കണ്ട് ഒളിച്ചിരുന്നതൊന്നല്ല, ഇവരുടെ പേടി കൊണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് നിന്നതെന്ന് പറയാണ്. ഇനിയപ്പോ അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് ആ മുക്കുവണ്ട കേസിൽ നിന്റെ ഏട്ടൻ നിരപരാധിയാണെന്ന് നിനക്കറിയാമല്ലോ, എന്തിനാണ് ഇത് വീണ്ടും കുത്തിപ്പൊക്കുന്നതെന്ന് രമ്യ അങ്ങനെ ചോദിക്കുമ്പോൾ അച്ചു പറയുന്നുണ്ട് ആ മുക്കുവണ്ട കേസ് ഞാൻ അങ്ങനെ ഇട്ടുകളയാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല, കേസ് ഞാൻ കുത്തിപ്പൊക്കാൻ പോവുകയാണ്, നിങ്ങൾ ജാമ്യമെടുത്ത് സേഫായി എടുത്ത് ആ കേസ് കൊണ്ടുവന്നെത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, എനിക്ക് കുറ്റവാളിയെ മുന്നിൽ കൊണ്ടുവരണം, ആ കേസിൽ എന്തായാലും ഒരു അറസ്റ്റ് ഉണ്ടാവും, എന്തായാലും അറസ്റ്റ് നടന്നിരിക്കുമെന്ന് പറഞ്ഞ് അച്ചു അങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. സമയത്താണ് അർച്ചന അമ്പലത്തിൽ പോയി വരുന്നത്. വീടിനകത്തു നിന്നും പുറത്തേക്ക് വരുന്ന അച്ചുവിനെ കണ്ട് അർച്ചന അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് അച്ചുവിന്റെ അടുത്തേക്ക് പോയി അവനെ അച്ചു എന്ന് വിളിക്കുകയാണ്. അച്ചു ആണെങ്കിൽ അർച്ചനയെ കണ്ട് ജെക്കെയും അർച്ചനയും തമ്മിലുള്ള ബന്ധങ്ങളെല്ലാം ചന്ദ്ര പറഞ്ഞതെല്ലാം ഓർത്തങ്ങനെ അർച്ചനയോടൊരു നീരസം കാണിക്കുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.